ഹലോ മക്കളെ, അപ്പൊ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് പോപ്പുലേഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. ഡെത്ത് റേറ്റ് ഉണ്ട്, ബർത്ത് റേറ്റ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. മൈഗ്രേഷൻ തന്നെ 2 ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലെ. ഏതാണ്? ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും പഠിച്ചു. അത് പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ഗ്രോത്ത് അല്ലെ, ഗ്രോത്ത് പറഞ്ഞു, പോപ്പുലേഷൻ ഗ്രോത്ത് പറഞ്ഞു, പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്തും പറഞ്ഞു. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ അകത്ത് നമ്മൾ എന്ത് കാര്യം പഠിച്ചത്? ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെ, ബർത്ത് റേറ്റ്, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മള് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ, ഏജ് കോമ്പോസിഷൻ പറഞ്ഞു. ഏജ് കോമ്പോസിഷൻ 3 പഠിച്ചു. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ലിറ്ററസി റേറ്റും സെക്സ് റേഷ്യോ ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഒക്യുപേഷണൽ സ്ട്രക്ചർ. Occupational structure. The percentage of population that is economically active is an important index of development. Okay, economically active ആയിട്ടുള്ള പെർസെന്റേജ് ഓഫ് പോപ്പുലേഷനും നമ്മുടെ കൺട്രിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറേ ആൾക്കാരുണ്ട്, കുറേ പോപ്പുലേഷൻ ഉണ്ട്, പക്ഷെ അവരൊക്കെ അൺഎംപ്ലോയിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവോ? നമ്മുടെ കൺട്രിക്ക് ഗ്രോത്ത് ഉണ്ടാവോ? ഇല്ല. അപ്പം അയാളുടെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് അല്ലെ. കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊക്കെ പട്ടിണിയിലാണ്, അവരുടെ കയ്യിലൊന്നും പൈസ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വളരെ നഷ്ടമാണ് അല്ലെ. സോ the distribution of the population according to different types of occupation is referred to as the occupational structure. അപ്പം എന്താണ് occupational structure എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the distribution of the population according to different type of occupation അല്ലെ. പോപ്പുലേഷൻ ഡിഫറെന്റ് ഓക്യുപ്പേഷന്റെ ബേസിസിലുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഒക്യുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. An enormous variety of occupations are found in any country അല്ലെ. നമ്മുടെ കൺട്രിയിൽ തന്നെ ഒരുപാട് ഒക്യുപ്പേഷൻസ് ഉണ്ട് അല്ലെ. കൂടുതലായിട്ടും അഗ്രികൾച്ചറൽ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേറെ അല്ലാത്ത ഫീൽഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്യുപേഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആൻഡ് ഒക്യുപ്പേഷൻസ് ആർ ജനറലി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒക്യുപ്പേഷൻസിനെ നമ്മൾ 3 തരംതിരിക്കുക. ഒക്യുപ്പേഷൻസ് 3 തരത്തിലാണുള്ളത്. പ്രൈമറി മേഖലയുണ്ട്, സെക്കൻഡറി ഉണ്ട് ആൻഡ് ടെർഷ്യറി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ, അപ്പം ഈ പ്രൈമറിയിൽ ഏതാണ് വരിക? സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഏതാണ്? ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ഏതാണ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, പ്രൈമറി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സാധനം അഗ്രികൾച്ചർ ആണ്. ഓക്കെ, അപ്പൊ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതാണ്? അഗ്രികൾച്ചർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രൈമറിയിൽ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് വരിക അല്ലെ. അത് അഗ്രികൾച്ചർ ആണ്. അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, മൈനിങ് ആൻഡ് ക്വാറിയിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറയുന്നത് എംപ്ലോയ്മെന്റിനെ പറ്റിയിട്ടാണ്, ഒക്യുപേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ 3 തിരിച്ചു: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. അതിനകത്ത് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, മൈനിങ് ആൻഡ് ക്വാറിയിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്ട്രിയും ഉണ്ട് അല്ലെ, ഫിഷിങ്ങും ഉണ്ട്. അത് പ്രൈമറി. ഇനി ഈ സെക്കൻഡറി എന്ന് പറയുന്നത് 3 ക്ലാസിഫിക്കേഷൻ: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അല്ലെ. സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക, മാനുഫാക്ചർ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സെക്കൻഡറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പം ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുക, മാനുഫാക്ചർ ചെയ്യാം, അതൊക്കെ വരുന്നത് ഏതിലാണ്? സെക്കൻഡറി ആക്ടിവിറ്റീസിലാണ്. ഇനി ഒരു സെഷൻ ഉണ്ട്, അതാണ് ടെറിഷ്യറി ആക്ടിവിറ്റീസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ടെറിഷ്യറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതിനകത്ത് ട്രാൻസ്പോർട്ട് വരും, കമ്മ്യൂണിക്കേഷൻ വരും, കമേഴ്സ് വരും, അഡ്മിനിസ്ട്രേഷൻ വരും ആൻഡ് അതർ സർവീസസ്. കമേഴ്സ്. സോ ടെറിഷ്യറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്,
വേറെ സർവീസസും ഉണ്ട്. അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത പോയിന്റ് അഗ്രികൾച്ചർ ആണ്. പ്രൈമറി എന്ന് പറയുന്ന അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഫിഷറി ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ആൻഡ് ബാക്കി മൈനിങ് ആൻഡ് ക്വാറിയിങ് ഒക്കെ വരും. സെക്കൻഡറി എന്ന് പറയുന്ന സമയത്ത് മാനുഫാക്ചറിങ്ങും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരെ, ഇൻഡസ്ട്രി. ഈ ടെർഷറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാൻസ്പോർട്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ആൻഡ് അതർ സർവീസസ്. The proportion of people working in different activities varies in developed and developing countries. അപ്പം ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും എത്ര ആൾക്കാര് ഓരോ മേഖലയിലും, ഇപ്പൊ പ്രൈമറിയിൽ ആരൊക്കെ, സെക്കൻഡറിയിൽ ആരൊക്കെ, ടെർഷറിയിൽ ആരൊക്കെ ജോലി ചെയ്യുന്നെന്ന് കൺട്രി ടു കൺട്രി വേരി ചെയ്യും. അത് ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും ഒക്കെ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് നാഷൻസ് ആണെങ്കിൽ അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഹൈ പ്രൊഡക്ഷൻ ഓഫ് പീപ്പിൾ ഇൻ സെക്കൻഡറി ആൻഡ് ടെറിഷറി ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലെ. ആ കൺട്രീസിലൊക്കെ കാർഷിക മേഖലയോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. പ്രൈമറി സെക്ടറിൽ അവിടെ ഡെവലപ്ഡ് കൺട്രീസിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസിൽ എപ്പോഴും ആൾക്കാർ സെക്കൻഡറി ടെറിഷറി ആക്ടിവിറ്റീസിലായിരിക്കും ഇൻവോൾവ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. Developing countries tend to have a higher proportion of their workspace engaged in primary activities. ഡെവലപ്ഡ് കൺട്രീസിലാണ് ഞാൻ പറഞ്ഞത് എന്താണ്, സെക്കൻഡറി ടെറിഷറി. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് അല്ലെ. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലെ, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസ് ടെൻഡ് ടു ഹാവ് എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ വർക്ക് സ്പേസ് എൻഗേജ്ഡ് ഇൻ പ്രൈമറി ആക്ടിവിറ്റീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടുതലായിട്ടും എന്താണ്, പ്രൈമറി ആക്ടിവിറ്റീസിലായിരിക്കും ആൾക്കാർ ഇടപഴകുന്നുണ്ടാവുക. In India, about 64% of the population is engaged only in agriculture. അല്ലെ, ഇന്ത്യയിൽ 64% ആൾക്കാരും എന്തിൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്, എൻഗേജ്ഡ് ഓൺലി ഇൻ അഗ്രികൾച്ചർ. ഇന്ത്യയിൽ 64% ആൾക്കാരും അഗ്രികൾച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. The proportion of population dependent on secondary and tertiary sector is about 13 and 20% respectively. Okay, അപ്പം ഇന്ത്യന്റെ കേസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൈമറി സെക്ടറിൽ എത്ര പെർസെന്റേജ്, അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലെ, കാർഷിക മേഖലയിൽ അഗ്രികൾച്ചറിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് 64 ആണ് അല്ലെ, പ്രൈമറി സെക്ടറിൽ ജീവിക്കുന്ന ആൾക്കാർ. ദ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡന്റ് ഓൺ സെക്കൻഡറിയിൽ ജീവിക്കുന്ന ആൾക്കാർ എത്രയാണുള്ളത്, ഇറ്റ്സ് അബൌട്ട് 13%. 13% ആൾക്കാരാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഇനിയും ഉണ്ട് 20% ആൾക്കാർ ആണ് ഈ കൊമേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് ഇതിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് 20%. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലാണ് അല്ലെ. ഓക്കെ, സോ അതാണ് നമ്മൾ പഠിച്ചത്. There has been an occupational shift in favor of secondary and tertiary sectors because of growing industrialization and urbanization in recent times. അപ്പം ഇതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് ഇപ്പം നടക്കുന്നുണ്ട് അല്ലെ, ഗ്രോയിങ് അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ കാരണം ഒരു സെക്കൻഡറി ടെറിഷറി അല്ലെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡറി ടെറിഷറി സ്റ്റേജിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതാണ് ഹെൽത്ത്. ഓക്കെ, ഹെൽത്ത് ഇമ്പോർട്ടന്റ് അല്ലേ, നമുക്ക് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, ആരോഗ്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമ്മള് നന്നായിട്ട് മാനസിക സുഖം അല്ലെ ഒക്കെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, so health is an important component of population composition which affects the process of development. ഒരു ആള് നന്നായിട്ട് ഉള്ള ഒരാള് പെട്ടെന്ന് ഹെൽത്ത് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് പറ്റില്ല അല്ലെ. ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്കണോമിക് കോൺട്രിബ്യൂഷനും നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വെൽബീങ്ങിനും ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക്
നിങ്ങളുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ടയർഡ് ആയിരിക്കും. അപ്പം ഒരു പോപ്പുലേഷന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഔട്ട്കം എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. Okay, and sustained efforts of government programs have registered significant improvements in the health conditions of the Indian population. Sustained efforts of government programs have registered significant improvements in the health conditions of the Indian population. നമ്മള് ഗവൺമെന്റ് നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷന്റെ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഓരോ PHCs ഉണ്ട് അല്ലെ, നമ്മുടെ ഓരോ പഞ്ചായത്തിലാണെങ്കിലും എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ട് അല്ലെ, ഒരുപാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട് അല്ലെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം ഹെൽത്ത് സെക്ടർ നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്താണ് എല്ലാ രീതിയിലുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സ്, ഡോക്ടേഴ്സ് അല്ലെ, എല്ലാവരും ഉണ്ട്. ആൻഡ് ഡെത്ത് റേറ്റ്സ് ഹാവ് ഡിക്ലൈൻഡ് ഫ്രം 25% in 1000 population in 1951 to 81 per 1000 in 2001. അപ്പം ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ലെ, പെട്ടെന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്നു, അപ്പം വേറൊരു സ്റ്റേറ്റോ അല്ലെങ്കിൽ വേറൊരു സ്ഥലമോ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഹെൽത്ത് ഫെസിലിറ്റി അത്ര നല്ല സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡെത്ത് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നല്ല ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും, ഡെത്ത് റേറ്റും ഓട്ടോമാറ്റിക് ആയിട്ടും കുറയും. നമ്മൾ നല്ല ഹെൽത്ത് ഫെസിലിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവരെ മരണത്തിലേക്ക് നമ്മൾ വിടൂല. ഓക്കെ, അപ്പം ആ ഒരു ഡെത്ത് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 1951 ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിരുന്നു. 2001 ആയ സമയത്ത് അത് 8.1 ആയിട്ട് അല്ലെ, നേരത്തെ അത് 25% നിന്നും 50 വർഷങ്ങൾക്ക് ഇപ്പുറം 8.1 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും വളരെ കുറവാണ്. Okay, and life expectancy at birth has increased from 36.7 years in 1951 to 64.6 years in 2001. അപ്പം ഒരാള് അല്ലെ അസുഖം വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം, പഴയ ആൾക്കാരൊന്നും അധികകാലം ഒന്നും അങ്ങനെ ജീവിക്കില്ലായിരുന്നു, അവർക്ക് ലൈഫ് എക്സ്പെക്ടൻസി കുറവായിരുന്നു. അപ്പം 36.7 ഇയേഴ്സ് ഒക്കെ ആയിരുന്നു 1951 ഒരു ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. അപ്പത്തേക്ക് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. വന്നാൽ അതിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് പനി വന്നാൽ മതിയായിരിക്കും, പക്ഷെ അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ഡെത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറയും. അതേ സ്ഥാനത്ത് 2001 എത്രയായിട്ട് കൂടിയിട്ടുണ്ടത്, 64 ഇയേഴ്സ് ആയിട്ട് അല്ലെ, 64.6 ഇയേഴ്സ് ഇൻ 2001 ആയിട്ട് ലൈഫ് എക്സ്പെക്ടൻസി കൂടി, ഡെത്ത് റേറ്റ് കുറഞ്ഞു. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ജീവിക്കാൻ സാധ്യതയുള്ള ആവറേജ് വയസ്സിനെയാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ലൈഫ് എക്സ്പെക്ടൻസി കൂടിയിട്ടുണ്ട്. എത്രയിൽ നിന്നും 36.7 in 1951 to 64.6 years in 2001. Okay, so the substantial improvement is the result of many factors including improvement in public health. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്? The substantial improvement is the result of many factors including improvement in public health, prevention of infectious diseases. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? Improvement in public health, prevention of infectious diseases, and application of modern medical practices in diagnosis and treatment of ailments. നമുക്ക് എന്താണ്, നമ്മൾ ഡയഗ്നോസിസിലായിക്കോട്ടെ ട്രീറ്റ്മെന്റിലായിക്കോട്ടെ നമുക്ക് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ ഇതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഇംപ്രൂവ്മെന്റ് അല്ലെ, ഡെത്ത് റേറ്റ് കുറച്ചിട്ട് ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. Despite considerable achievements, the health situation is a matter of major concern for India. Per capita calorie consumption is much below the recommended levels and malnutrition afflicts a large percentage of our population. അപ്പൊ നമുക്ക് എന്താണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാൽന്യൂട്രീഷൻ അല്ലെ, വേണ്ട ന്യൂട്രിയൻസ് കിട്ടാത്ത ആൾക്കാർ,
ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴും അത് ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്നത് പോലെ നമുക്ക് അഡിക്വേറ്റ് എമൗണ്ടിൽ അല്ലെ, നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ആ ഒരു ന്യൂട്രിയൻസ് റെക്കമെൻഡഡ് ലെവൽസിലുള്ള ന്യൂട്രിയൻസിനേക്കാളും കുറഞ്ഞ കലോറിയും കുറവാണ്, ന്യൂട്രിയൻസും കുറവാണ് എന്ന ഒരു ലാർജ് പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷനിൽ തന്നെ കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. And safe drinking water and basic sanitation amenities are available to only 1/3 of the rural population. ഇപ്പം റൂറൽ ഏരിയാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശുദ്ധമായ കുടിവെള്ളം അല്ലെ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ല സാനിറ്ററി മെഷേഴ്സ് ഉള്ള ആൾക്കാർ 1/3 ഓഫ് ദി റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 3 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് മാത്രമേ നല്ല സേഫ് ആയിട്ടുള്ള വെള്ളം കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് സാനിറ്റേഷൻ അമ്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്, കണക്കുകൾ കാണിക്കുന്നത്. These problems need to be tackled through an appropriate population policy. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ പോളിസി വഴി നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് എടുക്കണം അല്ലെ. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കൂട്ടിയെടുക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡോളസെന്റ് പോപ്പുലേഷൻ. എന്താണ് അഡോളസെന്റ് പോപ്പുലേഷന്റെ സ്ഥിതി എന്താണ്? അഡോളസെന്റ് പോപ്പുലേഷൻ. സോ the most significant feature of the Indian population is the size of its adolescent population. ഇന്ത്യക്കാരുടെ adolescent populationന്റെ സൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. It constitute 1/5 of the total population of India. ഇന്ത്യയില് 5 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ എന്ന് പറയുന്നത് എന്താണ്? അത് അഡോളസെന്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പം അത്രയും ഹ്യൂജ് നമ്പർ ഉണ്ട്. അവര് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. Adolescents are generally grouped in the age group of 10 to 19 years. അപ്പം adolescent age group എന്ന് പറയുന്നത് ഏതാണ്? 10നും 19നും ഇടയിൽ. നിങ്ങൾ ടീനേജേഴ്സ് ഒക്കെ പറയില്ല, അപ്പം 10ന്റെയും 19ന്റെ ഇടയിലുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ അഡോളസെന്റ് എന്ന് പറയുന്നത്. They are the most important resource for the future. അല്ലെ, ഈ അഡോളസെന്റ് ഗ്രൂപ്പിൽ നമ്മൾ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അവരാണ് നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഫ്യൂച്ചർ അല്ലെ, അടുത്തൊരു ജനറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാരാണ് അല്ലെ. നെക്സ്റ്റ് ഒരു ബർത്ത് അല്ലെ, അവർക്ക് അവരിലൂടെയാണ് റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇനി എക്കണോമിക്കൽ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാം ചെയ്യുന്നത് ഇപ്പം അഡോളസെന്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ശരിയല്ലേ? സോ they are the most important resources for the future. Nutrition requirements of adolescents are higher than those of a normal child or adult. അപ്പം ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള മക്കൾക്ക് ന്യൂട്രീഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ആയിട്ടുള്ള ഒരു ചൈൽഡിനെക്കാളോ അല്ലെങ്കിൽ ഒരു അഡൽട്ടിനേക്കാളും കൂടുതൽ അവർക്ക് ന്യൂട്രീഷൻ റിക്വയർമെന്റ്, അവർക്ക് നന്നായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം. എന്നാലും മാത്രമേ അവർക്ക് അവരുടെ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. അവരുടെ ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രമേ അവർക്ക് നാഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവർക്ക് മാൽനറിഷ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവർക്ക് അഡിക്വേറ്റ് ആയിട്ട് എമൗണ്ടിലുള്ള എനർജി സപ്ലൈ വേണം, നന്നായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് ലഭ്യമാക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അവര് നോർമൽ ചൈൽഡിനേക്കാളും അഡൽറ്റിനേക്കാളും കൂടുതൽ മോർ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് ഉള്ള ആൾക്കാരാണ്. ആൻഡ് പുവർ ന്യൂട്രീഷൻ ക്യാൻ ലീഡ് ടു ഡെഫിഷ്യൻസി ആൻഡ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. ഇനി അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസോ അല്ലെങ്കിൽ അവർക്ക് പുവർ ആയിട്ടുള്ള മാൽ ന്യൂട്രീഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെ, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അവരുടെ വളർച്ച മുരടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വളരുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസെന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇൻ ഇന്ത്യ the diet available to adolescent is inadequate in all nutrients. പക്ഷെ ഇന്ത്യയില് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അത്രയ്ക്കൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. A large number of adolescents girls suffer from anemia. ഒരുപാട് കുട്ടികൾ അല്ലെ, ഒരുപാട് പ്രത്യേകിച്ച് പെൺകുട്ടികള് അനീമിക് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. പെൺകുട്ടികൾ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡില് ഹിമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് അല്ലെ. ചിലപ്പം അയേൺ സപ്ലിമെന്റിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണമായിരിക്കും അവർക്ക് അനീമിക് ആവുന്നത്. Their problems have so far not received adequate attention in the process of development.
The adolescent girls have to be sensitized to the problems they confront. Their awareness can be improved through the spread of literacy and education among them. അപ്പം adolescent age group in the importance അല്ലെ, അഡോളസെന്റ് ഗേൾസ്, എസ്പെഷ്യലി ഗേൾസിന് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ കൺട്രിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കുക, ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാം, അവരുടെ ഹെൽത്ത് എത്രത്തോളം സേഫ് ആയിരിക്കണം അല്ലെ, അവർ അനീമിക് ഒന്നും ആവാൻ വേണ്ടി പാടില്ല, അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം, അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം, അവർ മാൽനറിഷ്ഡ് ആവാൻ പാടില്ല, അവർക്ക് നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നതാണ് എന്നുള്ള അത് പ്ലസ് നന്നായിട്ടുള്ള എഡ്യൂക്കേഷനും ആർക്ക് കൊടുക്കുക, കുട്ടികൾക്ക്, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കണം. ആൻഡ് നാഷണൽ പോപ്പുലേഷൻ പോളിസി, ലാസ്റ്റിലേക്ക് പോവാണ് നമ്മള് ചാപ്റ്ററിന്റെ, ദാറ്റ് ഈസ് നാഷണൽ പോപ്പുലേഷൻ പോളിസി. നാഷണൽ പോപ്പുലേഷൻ പോളിസി, recognizing that the planning of the families would improve individual health and welfare, the government of India initiated the comprehensive family planning program in 1952. Okay, family planning program in 1952. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാമിലി പ്ലാൻ ചെയ്യണം. ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഫാമിലി പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ, എത്ര കുട്ടികൾ വേണം, എത്ര ഡിഫറൻസിൽ കുട്ടികൾ വേണം, മക്കൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് വേണം, അങ്ങനെയൊക്കെ പാരന്റ്സ് എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു ആവശ്യം അല്ലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു കുട്ടി ജനിച്ചു, ഒരു 10 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഒരു ഒട്ടും ഗ്യാപ്പ് വരാതെ ഒരു 1 ഇയറിനുള്ളിൽ അടുത്തൊരു കുട്ടിയും ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂത്ത കുട്ടീനെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ടൈം കിട്ടില്ല അല്ലെ, ആ കുട്ടീനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്ത് വരാൻ വേണ്ടി പറ്റൂല. അപ്പം താഴത്തെ കുട്ടി അതിന്റെ ബേക്കിൽ വേറൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ അടുത്തടുത്ത് മക്കൾ വരുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഫാമിലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ അവർക്ക് എന്ത് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്, അപ്പൊ ഫാമിലിയെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഉണ്ടായി വരുന്ന മക്കളാണ് നാളത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെ, അവര് മാൽനറിഷ്ഡ് ആവാൻ പാടില്ല, അവർക്ക് നന്നായിട്ട് ഹെൽത്ത് വേണം അല്ലെ, ഇത്തരം കാര്യങ്ങൾ അവർക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1952 എന്ത് കൊണ്ടുവരുന്നത്, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഹാസ് sought to promote responsible and planned parenthood on a voluntary basis. അല്ലെ, ആരും വന്ന് നോക്കൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ പാരന്റ്ഹുഡ് അല്ലെ, നമ്മുടെ കുട്ടികളെ എങ്ങനെ നോക്കണം നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. National Population Policy 2000 is a culmination of years of planned effort, and the NPP 2000 provides a policy framework for NPP 2000 എന്തൊക്കെയാ കൊടുക്കുന്നത്, imparting free and compulsory school education up to 14 years of age. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്, ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. നേരത്തെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്, കുട്ടികൾ വരുന്നു, വലുതാവുന്നു, കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, എങ്ങനെയൊക്കെ കുട്ടികൾ ഉണ്ടായി വലുതായി കഴിയുമ്പോൾ കുറച്ചൊന്ന് വലുതാവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വിട്ടിട്ട് എന്ത് ചെയ്യുക, ഫാമിലിയിലേക്ക് ഏർണിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാതിരിക്കുക അല്ലെ, ആ രീതിയിലായിരുന്നു. പക്ഷേ 2000 NPP 2000 എന്താ പറയുന്നത്, ഇമ്പാർട്ടിങ് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കണോ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വേണ്ട, ഒരു പൈസയും കൊടുക്കേണ്ട, ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ ഉണ്ടാവും. സോ ഇമ്പാർട്ടിങ് ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ട് എന്ത് കൊടുക്കുക, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇൻ കേസ് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗൽ ഇഷ്യൂസിലേക്ക് പോകും. അതുപോലെ തന്നെ ബാലവേല ചെയ്യാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ നേരത്തെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് മക്കളെ അവിടെ നിർത്തും, സ്കൂളിൽ പറഞ്ഞേക്കേണ്ട പ്രായത്തില് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ തെറ്റാണ്, അതൊക്കെ നിരോധിച്ചതാണ്. അപ്പം ഇമ്പാർട്ടിങ് ഫ്രീ ആൻഡ് കമ്പൽസറി സ്കൂൾ എഡ്യൂക്കേഷൻ അപ് ടു 14 years of age, reducing infant mortality rate to below 30 per 1000 live birth. എന്താ മക്കളെ, ഇൻഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ കേട്ടോ പറയുന്നത്. സോ ഇൻഫന്റ് ജനിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇൻഫന്റിന് എന്ത് ചെയ്യുക, മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, 1 ഇയറിന് താഴെയുള്ള കുട്ടികൾ. അപ്പൊ 1000 കുട്ടികളില് എന്ത് ചെയ്യുക, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക.
achieving universal immunization of children against all vaccine preventable diseases. അപ്പം നിങ്ങൾ കുത്തിവയ്പ്പുകൾ കേട്ടിട്ടില്ലേ, വാക്സിൻസ് എടുക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് പോളിയോ വാക്സിൻസ് ഒക്കെ ഉണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നമുക്ക് വാക്സിൻ കൊണ്ട് ഏതെങ്കിലും ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് പ്രിവെന്റ് ചെയ്യാം. അപ്പം അതിന് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പം ആ രോഗങ്ങൾക്കൊക്കെ വേണ്ട ഇമ്മ്യൂണൈസേഷൻ വഴി കൊടുക്കുക. ഇനി പ്രൊമോട്ടിംഗ് ഡിലേഡ് മാരേജ് ഫോർ ഗേൾസ് അല്ലെ, പെൺകുട്ടികളുടെ മാരേജ് എന്ത് ചെയ്യാം, വൈകിട്ട് അല്ലെ. അതായത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ 12 വയസ്സിലും 13 വയസ്സിലൊക്കെ മാരേജ്, അല്ലെങ്കിൽ 18 വയസ്സിലൊക്കെ ആകുമ്പോൾ 17 കഴിഞ്ഞ് അങ്ങനെയൊക്കെ. ഇപ്പൊ 21, അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഉയർത്തുക. ആൻഡ് മേക്കിംഗ്, അത് പ്രൊമോട്ട് ചെയ്യുക. കുട്ടികളുടെ അടുത്ത് പറയുക, നിങ്ങൾ ഒന്നും കൂടെ സ്റ്റേബിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫിറ്റ് ആയതിനു ശേഷം മാത്രം അല്ലെ, ആ രീതിയിൽ എന്ത് ചെയ്യുക, മാരേജിന്റെ ഏജ് ഡിലേ ചെയ്യുക. ആൻഡ് മേക്കിംഗ് ഫാമിലി വെൽഫെയർ എ പീപ്പിൾ സെന്റേർഡ് പ്രോഗ്രാം. അപ്പം ഫാമിലിയുടെ വെൽഫെയർ എന്ന് പറയുന്നത് പീപ്പിൾസ് അല്ലെ, ആൾക്കാരാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഫാമിലി പ്ലാനിങ് ആണെങ്കിലും ഫാമിലി വെൽഫെയർ ഒക്കെ ആണെങ്കിലും പീപ്പിൾ സെന്റേർഡ് ആക്കിയിട്ട് മാറ്റുക. അപ്പം NPP 2000ന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇമ്പാർട്ടിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി ഫ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അപ് ടു 14 years of age, reducing infant mortality rate to below 30,000 live birth, achieving universal immunization for children against all vaccine preventable diseases, promoting delayed marriage for girls, and making family welfare a people-centered program. NPP 2000 and adolescence. NPP 2000 identified adolescence as one of the major sections of the population that need greater attention. അല്ലെ, adolescent എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പം അവർക്കൊരു അല്ലെ, adolescent എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പാ, 10 to 19 years അല്ലെ, 10 to 19 years ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ adolescent എന്ന് പറയുന്നത്. ആ ഏജ് ഗ്രൂപ്പിന് ഗ്രേറ്റർ അറ്റൻഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. So, besides nutritional requirements, the policy put greater emphasis on other important needs of adolescents, including protection from unwanted pregnancies and sexually transmitted diseases. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ STDs ഉണ്ട് അല്ലെ, സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ഉണ്ട്. ആ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ അഡോളസെന്റ് ഗ്രൂപ്പിന് എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഗ്രേറ്റർ എംഫസൈസ് കൊടുത്തിട്ട്, ഓഫ്കോഴ്സ് ന്യൂട്രീഷൻ അല്ലെ, മാൽനറിഷ്ഡ് ആവാൻ വേണ്ടി പാടില്ല ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ അവർ ഹെൽത്തി ആയിരിക്കണം. അവർക്ക് വേറെ STDs ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. സോ ഇത്രയുമാണ് NPP 2000 അഡോളസെന്റ്സിൽ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് കോൾഡ് ഫോർ പ്രോഗ്രാംസ് ദാറ്റ് എയിം ടുവേർഡ്സ് encouraging delayed marriage and childbearing, education of adolescents about the risk of unprotected sex അല്ലെ, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ചെയ്യാൻ, ആ ഒരു രീതിയിൽ എഡ്യൂക്കേഷൻ ഓഫ് അഡോളസെന്റ്സ് അബൌട്ട് ദി റിസ്ക് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കുക. ആൻഡ് മേക്കിംഗ് കോൺട്രാസെപ്റ്റീവ് സർവീസസ് ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ. അപ്പം അൺപ്രൊട്ടക്റ്റഡ് രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാതിരിക്കുക. അപ്പം അതിനു വേണ്ടിയിട്ട് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ആ കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആൻഡ് അത് അവൈലബിളും ആക്കി കൊടുക്കുക, അഫോർഡബിൾ ആക്കി കൊടുക്കുക, ആക്സസിബിൾ ആക്കി കൊടുക്കുക. ആൻഡ് പ്രൊവൈഡിങ് ഫുഡ് സപ്ലിമെന്റ്സ്, വേണ്ടത്ര ഭക്ഷണങ്ങൾ കൊടുക്കുക, ന്യൂട്രീഷണൽ സർവീസസ് കൊടുക്കുക. സ്ട്രെങ്തനിങ് ലീഗൽ മെഷേഴ്സ് ടു പ്രിവെന്റ് ചൈൽഡ് മാരേജ് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 14 വയസ്സുള്ള കുട്ടീനൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെ. സോ
അങ്ങനത്തെ എന്തെങ്കിലും ചൈൽഡ് മാരേജസ് ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ആരും അറിയാതെയൊക്കെ നടക്കുന്നുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പീപ്പിൾ ആർ ദ നാഷൻസ് മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് അല്ലെ, നമ്മുടെ ഒരു നാഷന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ആ നാഷനിലെ ആൾക്കാർ അല്ലെ, പീപ്പിൾ ആണ്, അവിടുത്തെ പോപ്പുലേഷൻ ആണ്. And a well-educated, healthy population provides potential power. അപ്പം നന്നായിട്ട് എഡ്യൂക്കേഷൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇതിനകത്ത് പറയുന്നത്? എൻകറേജിങ് ഡിലേഡ് മാരേജ് ആൻഡ് ചൈൽഡ് ബിയറിംഗ്, എഡ്യൂക്കേഷൻ ഓഫ് അഡോളസൻസ് അബൌട്ട് ദ റിസ്ക് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, making contraceptive services accessible and affordable, providing food supplements, nutritional services, strengthening legal measures to prevent child marriage. People are the nation's most valuable resource. A well-educated, healthy population provides potential power. So, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പോപ്പുലേഷൻ എന്താന്ന് പഠിച്ചു, പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിച്ചു, അല്ലെ, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ബർത്ത്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ പഠിച്ചു അല്ലെ, മൈഗ്രേഷൻ പഠിച്ചു, ഏജ് കോമ്പോസിഷൻ പഠിച്ചു, സെക്സ് റേഷ്യോ പഠിച്ചു, ലിറ്ററസി പഠിച്ചു, ഹെൽത്ത് പഠിച്ചു അല്ല. പിന്നെ നമ്മള് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിനെ പറ്റിയിട്ടും പിന്നെ 2000 NPP പറ്റി അല്ലെ, നാഷണൽ പ്ലാനിംഗ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടും ബാക്കി പോപ്പുലേഷൻ എങ്ങനെയാണ് നമ്മുടെ കൺട്രിയുടെ ഹെൽത്തിലേക്ക് അല്ലെങ്കിൽ കൺട്രിയുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ട് വായിച്ചു പോവാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.